വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടും കോടിയർച്ചനയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സുഗമമായി നടത്തുവാൻ അവലോകന യോഗത്തിൽ തീരുമാനമായി. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ ചേർന്ന അവലോകന യോഗം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്തഷ്ടമിക്ക് കാണുന്നതിനേക്കാൾ വിശാലവും വിപുലവുമായ സൗകര്യം വടക്കുപുറത്ത് പാട്ടിന് ഒരുക്കണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ യോഗത്തിൽ പറഞ്ഞു. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ്. നഗരസഭ പ്രത്യേക ആക്ഷൻ പ്ലാൻ എടുത്ത് ശുചിത്വ മിഷനുമായി സംയോജിച്ച് മാലിന്യം നീക്കുന്നതിന് നടപടിയെടുക്കണം. കൂടുതൽ പോലീസ് സേന ആവശ്യമാണ്. ദേവസ്വവുമായി സഹകരിച്ച് കൂടുതൽ CCTV ക്യാമറ സംവിധാനം ഒരുക്കണം. ആധുനിക സംവിധാനവും ഷാഡോ പോലീസിൻ്റെ സേവനവും ഉണ്ടാകണം. ആധുനിക സംവിധാനമുള്ള ആംബുലൻസുകളും 108 ആംബുലൻസുകളുടെ സേവനം ഒരുക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഉത്സവ കാലഘട്ടത്തിൽ മാത്രം ഏറ്റെടുക്കുന്നതുപോലെ ഈ ചുമതല നിർവഹിക്കുകയില്ല. വിശേഷണത്തിനകത്ത് എടുത്തു സൂചിപ്പിക്കാനുള്ളത് നഗരസഭയിലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നഗരസഭ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകും. ഇപ്പൊ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നോ ചെയർപേഴ്സൺ സൂചിപ്പിച്ചിരുന്നോ ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയും. അവരുടെ വിപുലമായ ആക്ഷൻ പ്ലാൻ വരുന്നത് ശുചിത്വ വിഷയമായി കൂടി ചേർന്നുള്ള ഒരു പരിപാടിയാണ്. അതിൽ നഗരസഭയിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഞാനൊരു അനുഭവം പറയും. ശബരിമല 53,60,000 പേരെ ആളുകളാണ് ഈ പ്രാവശ്യം മണ്ഡലത്തിൽ വന്നുപോയി. ഒരു പരാതിരഹിത തീർത്ഥാടന കാലഘട്ടമായ ആളുകളുടെ പിന്നിൽ നല്ല രൂപത്തിലുള്ള ടീമുണ്ട്. ആ ടീമുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം ശുചീകരണമാണ്. ശുചീകരണത്തിലൂടെ ഓരോ മണിക്കൂറിലും നമ്മൾ നിശ്ചയിക്കേണ്ട വിശുദ്ധീകരണ സംഘടനയും അതുപോലെ തന്നെ ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കോർഡിനേഷൻ അതിലുൾപ്പെട്ട്. വൈക്കം MLA CK ആശ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ ജോൺ സാമുവൽ, വൈക്കം തഹസിൽദാർ ഗോപകുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, വൈക്കം DYSP സിബിത്തിൻ തോമസ്, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ KR ശ്രീലത, നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS ഷീബ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ BR സുനൂപ്, വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് S സുധീഷ് കുമാർ, സെക്രട്ടറി P സുനിൽകുമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ദേവസ്വം ഉദ്യോഗസ്ഥരും വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ വർഷവും നമ്മൾ വൈക്കത്തഷ്ടമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സജീവമായി പങ്കെടുക്കുകയും അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുകയും ചെയ്യുന്നവർ എന്ന രീതിയിൽ ഈ വടക്കുപുറത്ത് പാട്ട് കൂടിയാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ക്ഷേത്രത്തിലെ അഷ്ടമി ജനപങ്കാളിത്തം കൊണ്ടും മറ്റ് ശുദ്ധമായ ക്രമീകരണം കൊണ്ടും വളരെ ഭംഗിയായി നമുക്കെല്ലാവർക്കും കൂടി നടത്താൻ പറ്റി. അതിന് നേതൃത്വം നൽകിയ ക്രമീകരണങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തിയ നമ്മുടെ വാസവൻ സാറിന് എൻ്റെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഏതായാലും നമ്മുടെ ഈ ചടങ്ങുകളിലേക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഭക്തർക്ക് ക്രമമായി സുഗമമായി ദർശനം നടത്തുക. അതിനുശേഷം പ്രസാദനത്തിൻ്റെ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കോർഡിനേഷൻ ഗവൺമെൻറ് നോക്കുക എന്നുള്ളതും കൂടാതെ ഭക്തജനങ്ങളുടെയും മറ്റും വരുന്ന വാഹനങ്ങൾ അവരുടെ ഗതാഗത ഭക്തജനങ്ങളുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ക്രമീകരണമാണ്. കോടിയർച്ചന വടക്കുപുറത്ത് ചടങ്ങുകളിൽ സംബന്ധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വരുന്നു. മരാമത്ത് പോലെയുള്ള ഏതാണ്ട് 90% വസ്തുക്കളും പൂർത്തിയായിട്ടുണ്ട്. ടോയ്ലറ്റിന് നിർമ്മാണമായിട്ടാണ് എല്ലാം. ഈ അഷ്ടമിക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയ സന്നദ്ധം പോലെ തന്നെ ഈ വടക്കുപുറത്ത് വളരെ ലഭ്യമാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രാവശ്യവും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കും. വിഷൻ ന്യൂസ് വൈക്കം.